എല്ലാം ആയിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുനീർക്ക, എല്ലാവർക്കും നമസ്കാരം. അതിലൊക്കെ അപ്പുറം എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഒരു പക്ഷിയല്ലാതാവുന്നത് ആ പക്ഷിയുടെ ചിറകുകൾ കുഴയുമ്പോഴല്ല, അതിൻ്റെ തൂവലുകൾ പൊഴിയുമ്പോഴല്ല, നേരെമറിച്ച് ആ പക്ഷിയുടെ ആകാശം നഷ്ടപ്പെടുമ്പോഴാണ് ആ പക്ഷിയല്ലാതാവുന്നത് എന്ന്. ഇവിടെ ഷാഫിക്കയും ബഷീർക്കയും മുനീർക്കയോടൊപ്പം കൂടി നിന്നുകൊണ്ട്, അസീസ്കയോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഒരു വലിയ വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു ആകാശം സൃഷ്ടിക്കുവാനുള്ള ഏറ്റവും വലിയ ഓട്ടത്തിലാണ്, അതിൻ്റെ സന്നദ്ധ പ്രവർത്തനവുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൻ്റെ സൗഭാഗ്യത്തിൻ്റെ പേരിലാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന മഹത് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു പക്ഷിക്ക് ഒരു ചെറിയ തൂവൽ വെച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്തത്. പി രാമേന്ദ്രന്റെ ഒരു കവിതയുണ്ട്, ഇവിടെ ഞാനുണ്ടെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ തൂവൽ മാത്രം മതി, ഇതിലുമേറെ ലളിതമായ എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്ന ജീവൻ. ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യമായി വെറുമൊരു തൂവൽ താഴെയിട്ടാൽ മതി. ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഒരു ചെറിയ തൂവൽ താഴെയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഒരാകാശം എന്ന് പറയുന്ന സമയത്ത് വളരെ വിസ്തൃതമായ ഒരു പ്രദേശമാണ്. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാവുന്നതിൻ്റെയും എത്രയോ ഉയരത്തിലുള്ള ഒരു ലോകമാണ്. ഒരാകാശം എന്ന് പറയുന്ന സമയത്ത് ആകാശത്ത് നിരവധി നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾക്ക് തുല്യമായ ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ കുഞ്ഞുങ്ങളാണ് നിങ്ങളെല്ലാവരും. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 15% ഡിസബിലിറ്റി സെക്ടർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജനസംഖ്യയുടെ 15% ഡിസബിലിറ്റി ഒരു സെക്ടർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അഥവാ DEPWD എന്ന് പറയുന്ന ഒരു ലോകമാണ്. ആ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന്റെ കണക്കെടുക്കുന്നത്, കണക്ക് സൂക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അടുത്ത കാലത്തൊന്നും ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ കീഴിലുള്ള സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ കീഴിൽ ഒരു കൃത്യമായിട്ടുള്ള സെൻസസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ആ സെൻസസ് പ്രകാരം 2.2% ആളുകൾ ഡിസബിലിറ്റി സെക്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് 15% ഡിസബിലിറ്റി സെക്ടർ ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു വലിയ കണക്കാണ്. ആ കണക്ക് പ്രകാരം ഒരുപാട് കുട്ടികൾ പല കാരണങ്ങളാൽ ഇനിയും പിറന്നു വീഴുന്നു. ഇതുപോലെയുള്ള കുട്ടികൾ നമ്മളൊക്കെ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇതുപോലെയുള്ള കുട്ടികൾ ഇനിയും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഓട്ടിസമോ, സെറിബ്രൽ പാൾസിയോ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയോ, വിഷ്വൽ ഡിസബിലിറ്റിയോ, കാഴ്ചയുടെ പരിമിതിയോ, കേൾവിയുടെ പരിമിതിയോ ഒക്കെയുള്ള കുട്ടികൾ എന്തുകൊണ്ട് പിറക്കുന്നു എന്നുള്ളത് ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കൈകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്, എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്, എനിക്ക് നിങ്ങളെ കേൾക്കാൻ സാധിക്കുന്നത്, ഇതൊന്നും ഞാൻ നേടിയെടുത്ത എന്റെ കഴിവ് കൊണ്ടല്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കണം. അതുപോലെ ഒരു കുട്ടി ഓട്ടിസമുള്ള കുട്ടിയോ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടിയോ ഈ ഭൂമിയിൽ പിറക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റുകൊണ്ടോ ആ മക്കൾ ചെയ്ത തെറ്റുകൊണ്ടോ അല്ല അങ്ങനെ പിറക്കും. നമുക്ക് ആശ്വസിപ്പിക്കാൻ പലതും പറയാം, പക്ഷേ സ്വാഭാവികമായിട്ടുള്ള വാസ്തവം എന്ന് പറയുന്നത് ആ ഒരു കുടുംബം നേരിട്ട് കൊണ്ടിരിക്കുന്ന, ആ മാതാപിതാക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരം തന്നെയാണ്. അപ്പോ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു താങ്ങായി നിൽക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഡിസബിലിറ്റി സെക്ടറിലേക്ക് വരുമെന്നുള്ളത് എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതേ അല്ല. ഞാനൊരു ജാലവിദ്യക്കാരനായി ജനിച്ചു. 7ാമത്തെ വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ മാജിക് അവതരിപ്പിച്ചു തുടങ്ങി. ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കി. ഏകദേശം 10-60 രാജ്യങ്ങളിൽ മാജിക് ഷോ അവതരിപ്പിച്ച് ഒരു ട്രൂപ്പുമായിട്ട് ധാരാളം ധനമൊക്കെ സമ്പാദിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു ദിവസം കാസർഗോഡിന്റെ മണ്ണിലേക്ക്, ഷാഫിഖാന്റെ നാട്ടിലേക്ക് ഒരു ദിവസം ഞാൻ പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ചയും അവിടുന്ന് ഒരു അമ്മ പറഞ്ഞ വാക്കുകളുമാണ് എന്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചത്. ഇന്നിപ്പോ ഞാൻ മാജിക് ഷോ പൂർണ്ണമായും ഒഴിവാക്കി. പ്രൊഫഷണൽ മാജിക് ഇന്ന് പൂർണ്ണമായിട്ടും വിടമാറുന്നു.
എനിക്ക് മാജിക് കൊണ്ടുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഡിഫറൻറ്റ് ആർട്ട് സെന്റർ ഉണ്ടാക്കി. പക്ഷെ അതിലൂടെ നമ്മൾ നേട്ടമിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി അവിടെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏത് രീതിയിൽ സ്വയം പര്യാപ്തമായി ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പോ അവിടെ തന്നെയുള്ള കുട്ടികൾ, ഈ തരത്തിലുള്ള കുട്ടികൾ ശമ്പളം മേടിക്കുന്ന എംപ്ലോയീസ് ആയിട്ട് കുട്ടികളെ മാറ്റുക, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പ്ലേസ്മെന്റ് കൊടുക്കുക, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കുക. ഇങ്ങനെ വേറൊരു തരത്തിലേക്കാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ആ ചിന്തകൾ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് പ്രോഗ്രാം നടത്തിയ സമയത്തുള്ള കണക്ഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് ഈ ഒരു കാര്യത്തിൽ. നമ്മൾ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇതിന് ഒരുപാട് സങ്കടം പറഞ്ഞിരിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് എങ്ങനെ ഈ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കി മാറ്റാൻ സാധിക്കും, ഈ കുട്ടികളുടെ മാതാപിതാക്കളെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇതാണ് അവിടെ ചിന്തിക്കുന്നത്. ഇപ്പൊ ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് മുന്നിലാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്. നമ്മളിവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പുതിയ മുദ്രാവാക്യം വെച്ചുകൊണ്ട് വേറൊരു രീതിയിലാണ് ആ രാജ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ള അതിഗംഭീരമായിട്ടുള്ള ശാസ്ത്ര പരിപാടികൾ അവലംബിച്ച് അതിലൂടെ ഈ കുട്ടികൾക്ക് അപാരമായ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോഴും ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പിന്നിലാണ്. അപ്പോൾ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ച എന്താണ്, അഡൽഫി യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കുക, അവിടുത്തെ പ്രൊഫസേഴ്സിനെ കൊണ്ടുവന്ന് ആ രീതിയിലേക്ക് ആ കുട്ടികളെ മാറ്റുക. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നേറണം എന്നുള്ളതാണ് ഞങ്ങൾ സ്വപ്നം കണ്ടത്. ഇപ്പോൾ ഷാഫിഖിനോട് ചോദിച്ചു കാസർഗോഡത്തെ പ്രോജക്റ്റ് എന്തായി എന്നുള്ളത്. കാസർഗോഡ് ഈ എൻഡോസൾഫാൻ വിക്ടിംസ് അടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു വലിയ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നത്തോടുകൂടി ഇപ്പൊ ഇങ്ങനെ ഓടി നടക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചാരിറ്റി എന്ന് പറയുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഇത്തരം ഒരു മേഖല കൈവയ്ക്കുന്ന സമയത്ത്, ഇന്ന് രാവിലെ മുനീർ ഖാന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വളരെ അധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം. പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ആളുകൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇതിനെതിരെ ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രചരണം നടത്തുവാൻ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ മാർഗം സത്യസന്ധമാണെങ്കിൽ, നമ്മുടെ വഴികൾ തെളിഞ്ഞതാണെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഇതൊന്നും അല്ല നോക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല, അല്ലെ? അപ്പോ നമ്മൾ ജീവിക്കുന്ന പാത സുഗമമാണെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന പാത സത്യത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്നും ഭയപ്പെടാതെ നമ്മൾ പ്രവർത്തിക്കുക. കാരണം നമ്മൾ പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടല്ല, ഈ തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ അമ്മമാരുടെ മുഖത്ത് ഒരു ചിരി പടർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു നിമിഷം ഒരു കണ്ണീര് തുടയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് സൗഭാഗ്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ കുട്ടികളിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടാലന്റ് നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അപാരമായ സാധ്യതകളുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. എന്താ, ഒരു യൂട്യൂബർ ഇരിക്കുന്നുണ്ട്, മറ്റൊരു യൂട്യൂബർ അപ്പുറത്തിരിക്കുന്നുണ്ട്, കവിത എഴുതുന്ന മോൾ അവിടെ ഇരിക്കുന്നുണ്ട്, കഥ എഴുതുന്ന മോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ടാലന്റിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെക്കാൾ അപാരമായ സർഗശേഷിയുള്ള മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ അവിടെ ഒരു ലൈബ്രറിയൻ, ഒരു ഓട്ടിസം, സിവിയർ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി രംഗനാഥ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അവനവിടെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. പക്ഷെ ഇന്നവിടെ എല്ലാ മാസവും സാലറി മേടിക്കുന്ന ഒരു ലൈബ്രറിയനാക്കി മാറ്റി. എന്താ കാരണം എന്നറിയാമോ? അവിടെ 4 പുസ്തകം എടുത്തു കഴിഞ്ഞാലും അവന്റെ ബ്രെയിനിൽ അവിടെ സൂക്ഷിക്കും. കൃത്യം ആ ദിവസമാവുന്ന സമയത്ത് അവരെ വിളിക്കും, പുസ്തകം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയും. അവൻ രജിസ്റ്റർ വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ആയിരക്കണക്കിന് പുസ്തകങ്ങളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പുസ്തകമാണെന്ന് പറയാൻ സാധിക്കും. നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അപാരമായ സാധ്യതകൾ ഓരോ കുട്ടികളിലും, ഓരോ കുട്ടിയിലും ഓരോ ടാലന്റ് ഉണ്ട്. ആ ടാലന്റ് കണ്ടെത്തുവാനുള്ള ഒരു സാധ്യത കൃത്യമായിട്ടുള്ള ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ കൂടിച്ചേർന്ന് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും.